ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിതീവ്ര വയലൻസുമായാണ് ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോ എന്ന ചിത്രം പ്രേക്ഷകരുടെ മുന്നിൽ എത്തിയത്. എത്രമാത്രം വയലൻസ് ഉൾപ്പെടുത്താൻ സാധിക്കുമോ അത്രയും വയലൻസ് ഉൾപ്പെടുത്തുകയായിരുന്നു മാർക്കോ എന്ന ചിത്രത്തിൽ. ഒന്നു പറഞ്ഞാൽ അതിലെ കഥയ്ക്കൊന്നും ഏതൊരു സ്ഥാനവുമില്ല. വയലൻസ് കാണിക്കാൻ വേണ്ടി എടുത്ത ചിത്രമാണ് മാർക്കോ എന്ന് പറയുന്നതായിരിക്കും ഉചിതം. ആ ലക്ഷ്യത്തോടെ തന്നെ ചിത്രം കാണാൻ പോയാൽ മതി. ഇതുവരെ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ള കഥാപാത്രമാണ് മാർക്കോ എന്ന ചിത്രത്തിൽ ഉണ്ണി മുകുന്ദൻ ചെയ്തിട്ടുള്ളതും. അത് എന്താണെന്നറിയാൻ വേണ്ടി തന്നെയാണ് പ്രേക്ഷകരും തിയേറ്ററുകളിൽ എത്തുന്നതും. ജഗദീഷ് ചെയ്യുന്ന ഒരു വില്ലൻ കഥാപാത്രമുണ്ട്. ജഗദീഷ് അത് നല്ല രീതിയിൽ തന്നെ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ തുടക്കത്തിൽ ജഗദീഷിനെ കാണിച്ചപ്പോൾ ഒരു ഓളമുണ്ടായിരുന്നു. പിന്നെ ആ ഓളം അതങ്ങ് നശിച്ചുപോയി. അതുകൊണ്ട് തന്നെയാണ് ആ കഥാപാത്രത്തെ ബോംബ് വെച്ച് തകർത്തപ്പോൾ പ്രേക്ഷകരിൽ നിന്നും ഒരു പ്രതികരണവും ഇല്ലാതായതും. പകരം മറ്റൊരു നടനായിരുന്നു ആ കഥാപാത്രം ചെയ്തിരുന്നുവെങ്കിൽ ആ കഥാപാത്രത്തിന്റെ അവസാന നിമിഷത്തിൽ പ്രേക്ഷകരിൽ നിന്നും ഒരു പ്രതികരണം പ്രതീക്ഷിക്കാമായിരുന്നു. എന്നാൽ അത് ഈ സിനിമയിൽ ഒരു കുറവായി കാണാൻ പറ്റില്ല. മാർക്കോ എന്ന ചിത്രത്തിലെ ക്ലൈമാക്സിനെ കുറിച്ച് പറയാതിരിക്കാൻ മാർഗമില്ല. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ഒത്തിരി ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ആ ക്ലൈമാക്സിനെ എന്താണ് കുഴപ്പമെന്ന്. ഒരു തരത്തിൽ ചിന്തിച്ചാൽ ആ ക്ലൈമാക്സിൽ കുഴപ്പമേയുള്ളൂ. വയലൻസ് മാത്രം കണ്ടിരുന്നാൽ അതിലെ കുഴപ്പം നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് വരില്ല. എന്റെ കണ്ണിലൂടെ കടന്നുപോയ ആ ക്ലൈമാക്സിലെ കുഴപ്പം ഇതാണ്. മാർക്കോയുടെ ബന്ധുക്കൾ ഒരു വീടിനകത്തുണ്ട്. അവിടെ കൊല്ലപ്പെട്ട തന്റെ സഹോദരന്റെ ഗർഭിണിയായ ഭാര്യയുമുണ്ട്. ആ പെൺകുട്ടിയുടെ പ്രസവത്തിനായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല. കാരണം വില്ലന്മാരെ ഭയന്ന്. അവിടെ തന്നെ ഡോക്ടർമാരെയും മറ്റും എത്തിക്കുന്നു. എന്നാൽ വില്ലന്മാർ അവിടെ ഇരച്ചു കയറുന്നു. മാർക്കോയുമായി ഏറ്റുമുട്ടലുണ്ടാകുന്നു. അനങ്ങാൻ സാധിക്കാത്ത രീതിയിൽ മാർക്കോയെ അവർ നിലംപരിശാക്കുന്നു. മറ്റുള്ള എല്ലാവരെയും മാർക്കോയുടെ മുന്നിലിട്ട് വില്ലന്മാർ കൊല ചെയ്യുന്നു. അത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കൂ. അത്രയ്ക്കും തീവ്രമാണത്. കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. എല്ലാവരെയും വകവരുത്തിയിട്ട് മാർക്കോയെ മാത്രം ജീവശവമാക്കിയിട്ട് അവർ പോകുന്നു. അപ്പോഴേക്കാണ് മാർക്കോയ്ക്ക് അവരോട് പകരം വീട്ടണമെന്ന തോന്നലുണ്ടാകുന്നത്. ചാടി എണീൽക്കുന്നു. സ്വന്തം മുറിവിനെ അവിടെ കിടക്കുന്ന സൂചി എടുത്ത് സ്വയം കുത്തിത്തയ്ക്കുന്നു. അതും പോരാഞ്ഞ് ഇങ്ങനെ പോയാൽ പകരം വീട്ടാൻ സാധിച്ചില്ലെങ്കിലോ എന്ന് പറഞ്ഞ് ഷേവ് ചെയ്യുന്നു, മുടി വെട്ടുന്നു. അതിലും തീർന്നില്ല, ഒന്ന് കുളിക്ക കൂടെ വേണം, അല്ലെങ്കിൽ പകരം വീട്ടാൻ ഒരു ഊർജം കിട്ടിയില്ലെങ്കിലോ അതും ചെയ്യുന്നു. അതിലും തീർന്നില്ല, നല്ല ഷർട്ടിടാതെ പോയാൽ പകരം വീട്ടാൻ സാധിക്കാതെ ആയാലോ നല്ല തേച്ച് വടുവത്തുള്ള ഷർട്ടും ടൈയും ഒക്കെ കെട്ടി പകരം വീട്ടാൻ ഒരു പോക്ക് പോകുന്നു. ഈ വീട്ടിൽ തീർക്കേണ്ട ക്ലൈമാക്സ് അതിനെ മറ്റൊരു തലത്തിൽ എത്തിക്കുന്നു. സ്വന്തം ബന്ധുക്കളെ കൺമുന്നിലിട്ട് പൈശാചികമായി കൊല്ലുന്നത് കണ്ടിട്ടും അനങ്ങാൻ സാധിക്കാതിരുന്നയാൾ പെട്ടെന്ന് ചാടി എണീറ്റ് കുളിച്ചൊരുങ്ങി പകരം വീട്ടാൻ പോകുന്ന തരത്തിലുള്ള ക്ലൈമാക്സ് ആയി പോയി ഈ സിനിമയുടെ ക്ലൈമാക്സ്. ഉണ്ണി മുകുന്ദൻ ചെയ്ത മാർക്കോ എന്ന കഥാപാത്രം അവസാന നിമിഷത്തിൽ അങ്ങനെ എണീറ്റ് പകരം വീട്ടാൻ പോയിരുന്നുവെങ്കിൽ എനിക്ക് ഈ കാര്യം ഇവിടെ അവതരിപ്പിക്കേണ്ട ആവശ്യം വരത്തില്ല. അല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞത്. നിങ്ങൾക്കും അഭിപ്രായം പറയാം. ഓക്കെ, ബൈ. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.